ഹായ്, എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാൻ സുഖമായിരിക്കുന്നു. ഞാൻ എൻ്റെ മൂക്കുത്തി കേട്ടോ, കാണാമല്ലോ അല്ലേ എല്ലാവർക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൂക്ക് കുത്തുന്നത്. പക്ഷേ ഇത് മൂക്ക് കുത്തിയതല്ല കേട്ടോ, ഞാനിത് ഓൺലൈനിൽ വാങ്ങിയതാണ്. കാണാമല്ലോ അല്ലേ, കാണാമോ? അയ്യോ ഇത് എവിടെയാ, കാണാൻ പറ്റുന്നില്ലേ? ആ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് മൂക്കുത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പക്ഷെ പേടിയുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. വിശേഷങ്ങൾ ഇവിടെ നമുക്ക് നല്ല മഴയുണ്ട്, മലയിൽ പ്രത്യേകിച്ച് മഴയുണ്ട്. നമുക്ക് മിക്ക സമയങ്ങളിലും മഴയാണ്, നല്ല കാറ്റുമുണ്ട്. പൊതുവിൽ ഈ സമയത്ത് എല്ലായിടവും മഴയുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് മഴയുടെ കാര്യം പറയണ്ടല്ലോ. പൂവിന് തേനുണ്ടെന്ന് കരുതി എല്ലാ കായ്ക്കും മധുരം ഉണ്ടാവണമെന്നില്ല. പൂവിന് തേനുണ്ടെന്ന് കരുതി കായ്ക്ക് മധുരം ഉണ്ടാവണമെന്നില്ല. ബന്ധപ്പെട്ട വേറൊരു കാര്യം ഞാൻ പറയാം. എന്താന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾ ചിരിച്ചുകൊണ്ട് നമ്മളടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തി, നമ്മളടുത്ത് ഒരാൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. പക്ഷേ ആ ചിരിക്കുന്ന എല്ലാ മുഖങ്ങളുടെയും ഉള്ളിൽ, അവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാവണമെന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല, എന്നാൽ കുറേ കാര്യങ്ങൾ അങ്ങനെയാണ്, കുറച്ച് പേരുടെ കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മളടുത്ത് നല്ല രീതിയിൽ ചിരിച്ച് സന്തോഷിച്ച് സംസാരിക്കും. പക്ഷെ അവരുടെ മനസ്സിലെല്ലാം സ്നേഹം ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ അതുണ്ടാവില്ല. എന്നാൽ ചിലരുടെ മനസ്സിലൊക്കെ അതുണ്ടാവും. അതുപോലെ തന്നെയാണ് വേറെ കാര്യങ്ങൾ. നമുക്ക് ഒരു വിലയും നിലയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? പണം വേണം, അത് അത്യാവശ്യമാണ്. നമുക്ക് പണം കുറവാണെങ്കിൽ നമുക്ക് ബന്ധങ്ങളും കുറവായിരിക്കും, നമുക്ക് സമൂഹത്തിലൊരു വിലയുണ്ടാവില്ല. നമ്മളെ ബന്ധുക്കൾ തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെയാണ്. പക്ഷേ എല്ലാ ബന്ധങ്ങളും അങ്ങനെ നമുക്ക് കരുതാനും പറ്റില്ല. എല്ലാ ബന്ധുക്കളും അങ്ങനെ നമ്മളെ വിട്ടു പോകില്ല. പക്ഷേ 90% നടക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് പണം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ എല്ലാ ബന്ധുക്കളും നമുക്ക് കഷ്ടപ്പാട് കൂടെ ഉണ്ടാവും. നമുക്കൊരു സങ്കടം വരുന്ന സമയത്ത് അങ്ങനെ ആരും ഉണ്ടാവില്ല, അത്രയ്ക്കും വേണ്ടപ്പെട്ടവർ. അപ്പം നമുക്കൊരു ദുഃഖസമയം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു കഷ്ടപ്പാട് വരുമ്പോഴോ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥ നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്നത്. അവരാണ് നമ്മൾ എത്ര തന്നെ നല്ല രീതിയിലായാലും നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം. അവരെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനോ പാടില്ല. അപ്പം നമ്മളെ അത്യാവശ്യ ഘട്ടങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഒറ്റപ്പെടുന്നതാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ മാനസികമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ ഒറ്റപ്പെടുന്ന സമയമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വെറുക്കപ്പെട്ട നിമിഷങ്ങളെന്ന് പറയുന്നത്. ആ നിമിഷങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിക്കാനും നമുക്ക് ആശ്വാസവാക്ക് തരാനും ഒക്കെ ഉള്ള ആൾക്കാർ അപൂർവേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് നമ്മളെ യഥാർത്ഥ ബന്ധു അല്ലെങ്കിൽ യഥാർത്ഥ സുഹൃത്ത്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവർ നമ്മുടെ സാമ്പത്തികമായ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനെ മോഹിച്ചുകൊണ്ടല്ല നമ്മുടെ കൂടെ ഉണ്ടാവുക. അവർ നമുക്ക് ഒരു ആപത്ത് സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് ഒന്നും ഇല്ലാത്ത സമയത്താണ് അവർ നമ്മളോട് ചേർന്നത്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കി വിടരുത്. അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടമുള്ളവർ എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മളെ ചതിക്കുന്ന ചില ആൾക്കാരുണ്ട്, നമ്മുടെ കൂടെ സ്നേഹം നടിച്ച് നമുക്ക് വിശ്വാസം ഉണ്ട്, നമ്മളെ ഭയങ്കര വിശ്വാസമാണെന്നൊക്കെ നടിച്ച് നമ്മളെ കൂടെ നിന്ന്, അതൊക്കെ ഭയങ്കര ഒരു ദ്രോഹമാണ് കേട്ടോ. അങ്ങനെയൊക്കെ കാണിക്കുന്നത് അവരുടെ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു എന്താ പറയുക, അത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ ഒരു വിഷമം അറിയാവൂ. നമ്മൾ കൂടെ ഉണ്ടാവും, അവരെന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. അവർ നമ്മളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. സംസാരിക്കുന്ന സമയത്തൊക്കെ ചിരിച്ച് സന്തോഷമായിട്ട് നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ വിചാരിക്കും അവർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളടുത്ത്. അപ്പം നമ്മളെന്ത് ചെയ്യും, എല്ലാം നമ്മുടെ മനസ്സിൽ എന്തൊക്കെയുണ്ടോ എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് സംസാരിച്ച് അവരുടെ അടുത്ത് സ്നേഹമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ അവർക്ക് നമ്മളടുത്ത് കുറച്ച് അകൽച്ചയുണ്ടെന്ന് നമ്മൾ വളരെ വൈകിയേ അറിയുള്ളൂ. യഥാർത്ഥത്തിൽ അവർ നമ്മളെ അവോയ്ഡ് ചെയ്യാതെ നമ്മളെ അവോയ്ഡ് ചെയ്തതായിട്ട് അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മളെ പൂർണ്ണമായിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്യില്ല, പക്ഷേ നമുക്ക് തോന്നാനും പാടില്ല. നമ്മളെ അവോയ്ഡ് ചെയ്തതായിട്ട് നമുക്ക് തോന്നാനും പാടില്ലാത്ത രീതിയിൽ നമ്മളെ ഒരു ന്യൂട്രൽ എന്ന് പറയും പോലെ അങ്ങ് കൊണ്ടുപോകും. പക്ഷെ നമുക്കത് വളരെ വൈകിയേ മനസ്സിലാവുള്ളൂ. നമ്മൾ അവരുടെ ഇടയിൽ നമുക്കൊരു സ്ഥാനവുമില്ല, അല്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ലാതെയാണ് നമ്മളിങ്ങനെ ഒരു
പാവകളെ പോലെ ഇങ്ങനെ ആണ് എന്ന് നമ്മൾ ഒരുപാട് നാൾ കഴിഞ്ഞ് നമുക്ക് തിരിച്ചറിയുള്ളൂ. ആ തിരിച്ചറിയുന്ന സമയം നമുക്കത് താങ്ങാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഒന്നുമില്ല, നമുക്ക് ആരുമില്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു ഫീലിംഗ് ആ സമയത്ത് നമുക്കുണ്ടാവും. പിന്നെ നമുക്ക് ആ ബന്ധം തുടരാൻ വളരെ പ്രയാസമാവും. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് വിഷമമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരാൾ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുന്നത് നമുക്കൊരു കഷ്ടപ്പാടും വിഷമവും സാമ്പത്തിക ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ കൂടെ ഉള്ളവർ മാത്രമേ നമ്മളെ യഥാർത്ഥ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ബന്ധുവോ ഒക്കെയാണ്. അല്ലാത്തവരൊന്നും നമ്മുടെ ആരുമല്ല. അവർ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം കൂടെ നിന്നിട്ട് നമ്മളെ ചതിച്ചിട്ട് പോകുന്നവരാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും നമ്മുടെ കയ്യിൽ നിന്നൊന്നും ഇല്ല കിട്ടാത്ത സമയത്തോ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും അറിയാൻ പാടില്ലാത്ത സമയത്തോ ഒക്കെ അപ്പോഴൊക്കെ നമുക്കവരെ യഥാർത്ഥ സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനൊക്കെ ഒരുപാട് ദിവസം എടുക്കും. അപ്പോൾ എല്ലാവർക്കും ഈ അവസ്ഥകളിലൂടെ തരണം ചെയ്ത് പോകണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഈ കാര്യങ്ങളിലൂടെ കടന്നു പോയവരായിരിക്കണമെന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് അവരുടെ ജീവിതങ്ങൾ കൊടുക്കുന്നത്. നല്ല നല്ല അനുഭവങ്ങളിലൂടെ വരുന്നവർ അപൂർവമായിരിക്കും. വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഇപ്പം ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്, എല്ലാവരുടെ അനുഭവങ്ങളല്ല. ചിലർക്ക് ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങളായിരിക്കാം, നല്ല നല്ല ബന്ധങ്ങളായിരിക്കാം, നല്ല ചുറ്റുപാടുകളായിരിക്കാം. എല്ലാവരുടെയും അതുപോലെ കാണരുത്. ഇതൊന്നുമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണിത്. എൻ്റെയും കുറച്ചൊക്കെ അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടെയൊക്കെ ചേർത്തിട്ടുള്ളൊരു വീഡിയോയാണ്. ഇതാരും നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യരുത്, നെഗറ്റീവായിട്ട് എടുക്കരുത്. കമൻറ്റുകൾ എന്തുവേണോ ആവാം, ഞാനത് പോസിറ്റീവും നെഗറ്റീവും തരംതിരിച്ചെടുത്തുകൊള്ളാം. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.